ഫഹദ് ഫാസിൽ നായകനാവുന്ന പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കരാട്ടെ ചന്ദ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ ഭാവന സ്റ്റുഡിയോസാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. പുതുമുഖമായ ഡയറക്ടർ റോയിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രേമം വന്നവൻ ഹിറ്റിന് ശേഷം ഇപ്പോഴത്തെ അൽഫോൺസ് പുത്രൻ നിവിൻ പോളി കോംബോ വീണ്ടും ഒന്നിക്കുന്നതായി സൂചനകൾ. അൽഫോൺസ് പുത്രൻ തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റോറി എല്ലാം ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഈ കോംബോയിൽ ഉടൻ തന്നെ ഒരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. അശോക് സെൽവൻ നായകനാവുന്ന അടുത്തൊരു ലവ് സ്റ്റോറി ചിത്രം വരുന്നു. വി പ്രിയ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അശോക് സെൽവനെ കൂടാതെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയും വസന്ത് രവിയും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയ്ക്ക് യുവൻ ശങ്കർ രാജയായിരിക്കും മ്യൂസിക് ചെയ്യുക. സിനിമയുടെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ ക്യാമിയോയിൽ ആൻഡ്രയും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിയാൻ വിക്രം നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ ചിയാൻ 62 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോൾ എസ് സൂര്യ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അതിന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്ത സിനിമയുടെ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് റിയ ഷിബുവും കൂടിയാണ്. ജി.വി. പ്രകാശ് കുമാറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ഡോൺ എന്ന സിനിമയ്ക്ക് ശേഷം ശിവകാർത്തികനും സിബി ചക്രവർത്തിയും വീണ്ടും ഒന്നിക്കുന്നു. സിനിമ പാഷൻ സ്റ്റുഡിയോസ് ആയിരിക്കും നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുക അനിരുദ്ധും കൂടിയായിരിക്കും. ധ്യാൻ ശ്രീനിവാസൻ നായകൻ എന്നൊരു പുതിയ ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി അതിന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമ കതിരതി സംവിധാനം ചെയ്യുന്നത് SN സാമിയും കൂടിയാണ്. എന്തായാലും ഈ ചിത്രം ധ്യാൻ ശ്രീനിവാസന്റെ വലിയൊരു വിജയമാവുന്ന ഒരു ചിത്രമാവുമെന്ന് പ്രതീക്ഷിക്കാം. സിനിമയുടെ ഭാഗത്ത് ഒരു മോശം പോസ്റ്ററാണ് ഇപ്പോൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. സീക്രട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജേക്സ് ബിജോയാണ് സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്.